നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് സ്വന്തമായിട്ട് ചിലരെന്ത് ചെയ്യും, ട്രിം ചെയ്യും, സ്വന്തമായിട്ട് കട്ട് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ശരിക്കും നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഹെയർ നോക്കുക. ഹെയർ അത്യാവശ്യം നല്ല ഡ്രൈ ആണ് അല്ലെങ്കിൽ നല്ല ഓയിലി ആണ്, എങ്ങനെയാണുള്ള ഹെയർ എന്ന് നോക്കുക. അതിനനുസരിച്ച് ഒരു ഷാമ്പു എടുക്കുക. എന്തായാലും നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നല്ല ഡീറ്റോക്സിങ് തരുന്ന ഷാമ്പൂസ് കാണൂല, ചിലർക്ക് സ്കാൽപ്പ് കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള ഷാമ്പു ആയിരിക്കും ചിലരുടെ വീട്ടിലുണ്ടാവുക. അപ്പോൾ എപ്പോഴും നമുക്കൊരു സലൂണിൽ പോയിട്ട് തന്നെ നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഷാമ്പൂ വാഷ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് കണ്ടീഷനിങ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ മാസ്ക്. ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് മാസ്ക് ഇട്ടതിന് ശേഷമാണ് കണ്ടീഷനിങ് ചെയ്യുന്നത്. കണ്ടീഷനിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ടിങ്ങിലോട്ട് പോകുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഫേസിനനുസരിച്ച്. ഇപ്പം ചിലപ്പോൾ ചിലരുടെ ഫേസിന് ഫേസ് ഫ്രെയിമിങ് വേണമായിരിക്കും, ചിലരുടെ ഫേസിന് നമുക്ക് ലെങ്ത് കീപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ഫേസിൽ ഒരു ചെറിയ മാറ്റം വേണമെന്ന് പറയണമെങ്കിൽ നമ്മൾ ലെങ്ത് അതേപോലെ കീപ്പ് ചെയ്തിട്ട് ഫ്രണ്ട് ഫേസ് ഫ്രെയിമിങ് കൊടുക്കാറാണ് പതിവുള്ളത്. അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ സ്വന്തം ഹെയർ തന്നെ കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഞാനല്ല, എൻ്റെ സ്റ്റാഫിനെ കൊണ്ടാണ് കട്ട് ചെയ്യിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് അല്ല, ഞാൻ ഇത് ചെയ്തിട്ട് ഒരു 2 മാസം വരത്തേ ഉള്ളൂ ഹെയർ കട്ട് ചെയ്തിട്ട്. ഒരുപാട് അങ്ങനെ ലെങ്തി ആവണതോ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഷോൾഡറിൽ ഇതിന്ന് എനിക്ക് ഇറങ്ങുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇച്ചിരി കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ഹെയർ എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആണ്, കുറച്ച് ഫ്രിസിയാണ്. ഞാൻ വാഷ് ലാസ്റ്റ് ഇന്നലെ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ എന്നാലും എൻ്റെ ഡ്രൈ ഹെയർ ആയിട്ട് കിടക്കുവാണ്. മാസ്കോ കണ്ടീഷണറോ ഒന്നും യൂസ് ചെയ്തില്ല. ജസ്റ്റ് കണ്ടീഷനിങ് ഒരു 2 മിനിറ്റ് ഒക്കെ ഇട്ടിരുന്നുള്ളൂ. ഒരു 5 മിനിറ്റോളം ഇട്ടേക്കണം. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ചു വാഷ് ചെയ്ത് കളഞ്ഞു, അങ്ങനെയാണ് വന്നത്. അപ്പോൾ അത്യാവശ്യം ഫ്രിസി ആയിട്ട് കിടപ്പുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷാമ്പു ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് അബ്സല്യൂട്ട് റിപ്പയർ മോളിക്കുലാലോ എന്ന് പറയുന്ന ഷാമ്പു ആണ്. അപ്പോൾ എൻ്റെ അത്യാവശ്യം നല്ല ഫ്രിസി ഹെയർ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്താണ് ഹെയർ വാഷ് ചെയ്യും. നമ്മൾ ഹെയർ വാഷ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെയർ വാഷ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 5 മിനിറ്റെങ്കിലും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പതച്ച് നന്നായിട്ട് അതിൻ്റെ പ്രോട്ടീൻ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഷാമ്പൂയിങ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു റിൻസ് ഓഫ് സീറം ഉണ്ട്, അതിട്ട് നമ്മൾ കട്ടിങ്ങിലോട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മാസ്ക് ആണ് അപ്ലൈ ചെയ്യുന്ന ഗൈസ്. അപ്പോൾ ഇപ്പോൾ മാസ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെയറിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, സ്കാൽപ്പിലാവാനേ പാടില്ല. അപ്പോൾ നമ്മൾ കട്ടിങ്ങിലോട്ട് കടക്കാൻ പോവുകയാണ്. ഹെയറിന്റെ തിളക്കം കെട്ടു ഗൈസ്. ഇങ്ങനെയുണ്ട് പറഞ്ഞിട്ടുള്ളത്. കുറച്ചൊന്ന് ഷോർട്ട് ആക്കിയിട്ട് സ്റ്റെപ്പ് ലെയർ പോലെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നോർമലി എനിക്ക് ഹെയർ നല്ല കുറവായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉള്ള ഹെയർ ഞാൻ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. എനിക്ക് ലെങ്ത് വെക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് വിടുന്നത്. ആകെപ്പാടെ ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ അതിനൊന്ന് വൃത്തിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നത്. ലോങ് ഹെയർ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, എനിക്ക് ചേരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ഹെയറിലോട്ട് തന്നെ പോകുന്നത്. എൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് അനീഷ് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ അത്യാവശ്യം മാത്രം ലെങ്ത് കുറച്ച് നല്ല സൂപ്പറായിട്ട് ബൗൺസ് ചെയ്യാവുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്റ്റ് കാണാം. നനഞ്ഞ കോഴിയെപ്പോലെ ഇരിക്കണോണ്ടാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഹെയർ കട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ നേരത്തെ ചെയ്തിരുന്ന കളർ തന്നെ നല്ല എൻഹാൻസ് ആയി, അതായത് മുടി നല്ല ഹെൽത്തി ആയെന്നാണ് അതിനർത്ഥം. ഞാനൊരു ഇച്ചിരി കട്ട് ചെയ്തോളൂ. ആ ഇച്ചിരി കട്ട് ചെയ്തതിൽ തന്നെ നമുക്ക് ഇത്രയും വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ ഒരു 2 മന്ത് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ലെങ്ത് ഒന്ന് ലെവൽ ചെയ്ത് വിടുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. പ്രത്യേകിച്ചും ഫെദർ കട്ട്, ലെയർ കട്ട്, സ്റ്റെപ്പ് ലെയർ അങ്ങനെയൊക്കെ ചെയ്തവർ പ്രത്യേകിച്ചും ഒരു 2 മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്ത് വിട്ടുകൊടുക്കുക കേട്ടോ. ആ ഒരു ഹെയറിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ ബേസ് ആയാലും കണ്ടോ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. സെറ്റിംഗ് അല്ല, എൻ്റെ ഹെയർ ഒരു വേവി ലെങ്ത് ഇതായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്റ്റെപ്പ് തന്നെ ചെയ്യാൻ നോക്കുന്നത്. നല്ല ബൗൺസ് ആയിട്ട് ഇപ്പോൾ നിൽപ്പുണ്ട്. ഇപ്പോൾ ലെങ്ത് ഒന്നും ഒരുപാട് കുറയാതെ തന്നെ ഇതേ കണക്ക് കട്ട് ചെയ്യാനായിട്ട് എന്തായാലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.